ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതും 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ട് എന്നുള്ളതും. എന്നാൽ നരേന്ദ്രമോദി എന്ന നോൺ ബയോളജിക്കൽ വിശുഗുരു ഭരിക്കുന്ന ഇന്ത്യയിൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഇന്ത്യയിലെ 90% ജനങ്ങൾക്കും വ്യക്തമായിരിക്കുകയാണ്. ഇങ്ങനെ നഗ്നമായി യാതൊരു ഭയവും കൂടാതെ ജനങ്ങളുടെ ജനാധിപത്യത്തെ കവർന്നെടുക്കാൻ കൂട്ടുനിൽക്കുന്നത് മറ്റാരുമല്ല, മോദി സ്വയം തെരഞ്ഞെടുത്ത മോദിയുടെ സ്വന്തം സെലക്ഷൻ കമ്മീഷനാണ്. ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രിയങ്ക ഗാന്ധി പരസ്യമായി പേര് പറഞ്ഞ് അവിടെ കൂടിയ ജനങ്ങളോട് ആരൊക്കെയാണ് ഈ അട്ടിമറിയുടെ പിന്നിലുള്ളവർ എന്ന് വെളിപ്പെടുത്തുകയാണ്. ഇതിന്റെ വിവരങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഒരു ഗോതി മീഡിയകളും കാണിക്കാത്ത ഇത്തരം ന്യൂസുകൾ നിങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനു വേണ്ടി ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ജനഹിതം അട്ടിമറിക്കുന്ന ആരോപണം ഉണ്ടായിരിക്കുന്നത്. മുൻപും ഇലക്ഷൻ കമ്മീഷനെതിരെ പരാതികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇതുപോലെ മോദിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി നഗ്നമായി ഇലക്ഷൻ അട്ടിമറിക്കുന്ന ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു മുൻപ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഉന്നയിച്ചിരുന്ന പരാതികൾ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ലംഘിച്ച നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല എന്നതിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല കാര്യം. ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് മോദിക്ക് വേണ്ടിയുള്ള സെലക്ഷൻ കമ്മീഷനായി പരിപൂർണമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. 3 വ്യത്യസ്ത പത്രസമ്മേളനങ്ങളിലൂടെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നുള്ള വ്യക്തമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നടക്കുന്ന വോട്ട് തീവട്ടിക്കുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏവർക്കും മനസ്സിലാക്കി തന്നതാണ്. ബീഹാറിലെ തന്റെ തെരഞ്ഞെടുപ്പ് റാലിയിലെ പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി അവിടെ കൂടിയ ആളുകളോട് ആരൊക്കെയാണ് BJPക്ക് വേണ്ടി ഈ തീവട്ടിക്കൊള്ള നടത്തുന്നത് എന്ന് പേര് സഹിതം ചങ്കൂറ്റത്തോടെ വെളിപ്പെടുത്തുകയാണ്. അവരുടെ വാക്കുകൾ കേട്ടുകൊള്ളൂ. आज आपके सामने मेरे भाई श्री राहुल गांधी ने सारी सच्चाई दिखा दी है। इनकी सारी सच्चाई सामने आ गई है। बिहार से इन्होंने 65 लाख वोट काटे। हरियाणा में इसी तरह से चुनाव हुआ था। 25 लाख वोट इन्होंने फर्जी लगवाए। 25 लाख फर्जी वोट। हरियाणा का सारा चुनाव चोरी कर लिया। चोरी की सरकार है हरियाणा में। ഇന്ന് നിങ്ങളുടെ മുന്നിൽ എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി ഇവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന്, സത്യം എന്താണ് എന്ന് പൂർണ്ണമായി തുറന്നു കാട്ടി. എല്ലാ സത്യവും മുൻപിൽ വന്നിരിക്കുകയാണ്. ബീഹാറിൽ നിന്ന് അവർ 65 ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റി. ഹരിയാനയിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 25 ലക്ഷം കള്ള വോട്ടുകൾ ഇവർ തിരികെ കയറ്റി. 25 ലക്ഷം കള്ള വോട്ടുകൾ. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പരിപൂർണമായി മോഷ്ടിച്ചു. ഹരിയാനയിലുള്ളത് കള്ള സർക്കാരാണ്. और यहाँ की तैयारी कर रहे हैं। 65 लाख वोट कटवा के यही तैयारी यहाँ हो रही है। सुन लीजिए कौन है ये लोग, सुन लीजिए. ഇവിടെയും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 65 ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റി അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ജനാധിപത്യം അട്ടിമറിക്കുന്ന ആളുകൾ ആരാണ് എന്ന് വ്യക്തമായി കേട്ടുകൊള്ളൂ. कभी ज्ञानेश कुमार नाम सुना है? सुना है? नहीं सुना होगा, नहीं सुना होगा. कभी आपने SS सांधू का नाम सुना है? नहीं सुना होगा. कभी विवेक जोशी का नाम सुना है? नहीं सुना होगा, क्योंकि अपने पद और आयोग के पीछे छुपे हुए हैं. लेकिन यही है चुनाव आयोग के सबसे ऊंचे अधिकारी जो इस देश के संविधान के साथ, इस देश के लोकतंत्र के साथ खिलवाड़ कर रहे हैं. ജ്ഞാനേഷ് കുമാർ എന്നുള്ള പേര് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവില്ല. SS സാന്ധു എന്ന പേര് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവില്ല. വിവേക് ജോഷി എന്ന പേര് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല. അതിന് കാരണം അവർ അവരുടെ സ്ഥാനത്തിന്റെയും സ്ഥാപനത്തിന്റെയും പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥർ. ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കുന്നവർ. याद कर लो इनके नाम, याद कर लो, क्योंकि आप देश की जनता हो. आपके खून और पसीने से ये धरती सींची गई है और इस धरती के साथ, हमारी मातृभूमि के साथ, हमारे संविधान के साथ आज खिलवाड़ हो रहा है. आपके अधिकारों के साथ खिलवाड़ हो रहा है. आपके अधिकारों को छीना जा रहा है. ഇവരുടെ പേരുകൾ ഓർമ്മയിൽ വെച്ചുകൊള്ളൂ. കാരണം നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്.
നിങ്ങളുടെ രക്തവും വിയർപ്പും കൊണ്ടാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. ഈ രാജ്യത്തോട്, നമ്മുടെ മാതൃരാജ്യത്തോട്, നമ്മുടെ ഭരണഘടനയോടും ഇന്ന് അട്ടിമറി നടത്തുകയാണ്. നിങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കുകയാണ്. നിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ്. और यही 3 लोग छीन रहे हैं. इनके नाम मत भूलो. इनको पद के पीछे छुपने मत दो. इनको आयोग के पीछे छुपने मत दो. ये देश बहुत उदार है. सुन लीजिए तीनों, सुन लीजिए. ये देश बहुत उदार है. ये देश बहुत कुछ देता है. ये देश बहुत आगे बढ़ाता है. ഈ 3 ആളുകളാണ് ഇത് കവർന്നെടുക്കുന്നത്. അവരുടെ പേര് ഒരിക്കലും മറക്കരുത്. അവരുടെ പദവിയുടെ പിന്നിൽ ഒളിച്ചിരിക്കാൻ അവരെ അനുവദിക്കരുത്. അവരെ സ്ഥാപനത്തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കാൻ അനുവദിക്കരുത്. ഈ രാജ്യം വളരെ ഔദാര്യമുള്ളതാണ്. നിങ്ങൾ 3 പേരും കേട്ടുകൊള്ളൂ. ഈ രാജ്യം വളരെ ഉദാരമതിയാണ്. ഈ രാജ്യം വളരെയധികം നൽകുന്നു. ഈ രാജ്യം വളരെ മുന്നോട്ട് പോകുന്നു. ये माँ है हमारी. माँ उदार होती है, लेकिन माँ के अंदर दुर्गा की शक्ति भी होती है. और इस देश के साथ जो विश्वासघात करेगा उसे ये देश भूलेगा नहीं. आप सोचते हो आप रिटायर कर लोगे, चैन का जीवन जियोगे इस तरह का घोटाला करके? तो याद रखो, याद रखो, ये देश आपको नहीं भूलेगा. ഇത് നമ്മുടെ അമ്മയാണ്. അമ്മ വളരെ ഉദാരമതിയാണ്. എന്നാൽ അമ്മയുടെ ഉള്ളിൽ ദുർഗാദേവിയുടെ ശക്തിയുമുണ്ട്. ഈ രാജ്യത്തോട് വിശ്വാസവഞ്ചന കാണിച്ചവരെ ഈ രാജ്യം മറക്കുകയില്ല, വെറുതെ വിടുകയില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങൾ റിട്ടയർ ചെയ്യും, സുഖലോലുപതയിൽ ജീവിക്കും, ഇത്തരത്തിലുള്ള വലിയ അഴിമതികൾ ചെയ്തിട്ട് എന്ന്. അങ്ങനെയെങ്കിൽ ഓർത്തു വെച്ചുകൊള്ളൂ, ഈ രാജ്യം നിങ്ങളുടെ ദുഷ്ചെയ്തികൾ മറക്കില്ല. आज से हर सभा में मैं इनके नाम सुनाऊंगी और हर सभा में आपसे बुलवाऊंगी. बोलिए मेरे साथ, ज्ञानेश कुमार. बोलिए जोर से, ज्ञानेश कुमार, एसएस सांधू, विवेक जोशी. और याद रखिए इनके नाम, और याद रखिए कि ये देश आपका है, ये बिहार आपका है. ഇന്നു മുതലുള്ള എല്ലാ റാലികളിലും ഞാൻ നിങ്ങളുടെ പേര് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കും. അതിനുശേഷം മോദിയുടെ ചീഫ് സെലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരായ എസ് സാന്ധുവിനും വിവേക് ജോഷിക്കുമെതിരെ ഗോബായ്ക്ക് വിളിക്കുകയാണ്. അങ്ങനെ മോദിക്ക് വേണ്ടി മോദിയാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട സെലക്ഷൻ കമ്മീഷനെ, അതിന്റെ പ്രധാന ആളുകളെ ജനങ്ങളുടെ മുന്നിൽ പേര് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ആളുകൾ ഇന്ത്യയിലെ ജനാധിപത്യം അട്ടിമറിച്ച, ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത ഇവരെ ഒരിക്കലും മറക്കുകയില്ല. ഇവരുടെ ചെയ്തികൾ ജനങ്ങൾ പൊറുക്കുകയില്ല. അവർക്ക് ഒരു വിചാരമുണ്ടാവാം, റിട്ടയർ ചെയ്തു കഴിഞ്ഞ് രാജ്യത്ത് നിന്ന് കടന്നാൽ രക്ഷപ്പെടുമെന്ന്. മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ഇന്ത്യയിൽ എങ്ങുമില്ല എന്നാണ് കേൾക്കുന്നത്. മാൾട്ടയിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ഇവരുടെ പ്രവൃത്തികൾ ഭാവിയിൽ ഇവർ അഴിയെണ്ണുന്നതിന് കാരണമാകുമെന്ന് ഇവർ തന്നെ ഭയപ്പെടുന്നുണ്ടെന്ന്. അധികകാലം ജനങ്ങളെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ ആവില്ല, വിവേകം കെട്ട സംസ്കാരമില്ലാത്ത ഭ്രാന്തമായ സംഘിക്കൂട്ടങ്ങളെ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?